ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഏവർക്കും നമസ്കാരം. മൂത്തകുന്നം SNM ട്രെയിനിംഗ് കോളേജും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പ്രതിവാര പുസ്തക ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനും ഭാഷാ പണ്ഡിതനും സാമൂഹിക നിരീക്ഷകനുമായ MN കാരശ്ശേരിയുടെ എന്തിനാ മലയാളം പഠിക്കുന്നത് എന്ന ലേഖന സമാഹാരമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. SNM ട്രെയിനിംഗ് കോളേജ് മലയാള വിഭാഗം വിദ്യാർത്ഥി ജീവന സജീവാണ് പുസ്തക പരിചയം നടത്തുന്നത്. ഓരോ വായനകളും അറിവിന്റെ പുത്തൻ വായതാനങ്ങൾ തുറന്നിടുന്നുണ്ട്. വ്യക്തികളെ അടിസ്ഥാനമാക്കി വായനയുടെ മണ്ഡലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. വായനയ്ക്കും ചർച്ചകൾക്കുമുള്ള പ്രാധാന്യത്തെ വ്യക്തമാക്കി തരുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പ്രതിവാര പുസ്തക ചർച്ചയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ശ്യാമയെ ക്ഷണിക്കുന്നു. നമസ്കാരം. വായനയുടെ പുതിയ ലോകങ്ങളെയും ചിന്തകളെയും സമ്മാനിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ചയുടെ മറ്റൊരു ഒത്തുകൂടലാണെന്ന്. ഇന്ന് കാരശ്ശേരി മാഷ്ടെ എന്തിനാണ് മലയാളം പഠിക്കുന്നത് എന്ന പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് SNM ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ സുസ്മിത ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സായ കൃഷ്ണകുമാർ മാഷ്, ഹീര ടീച്ചർ, കോളേജ് ലൈബ്രറിയൻ വിനോദ് മാഷ് എന്നിവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വായനാനുഭവം പങ്കുവയ്ക്കുന്ന ജീവന, ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്ന കീർത്തന, പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് അധ്യാപകര്, വിദ്യാർത്ഥികള് എന്നിവരെയെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നന്ദി ശ്യാമ. ദേശീയത കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രധാന ഭാഗം മാതൃഭാഷയാണ് എന്ന് കാരശ്ശേരി മാഷ് ഒരിക്കൽ പറയുകയുണ്ടായി. രാഷ്ട്രത്തോളം പ്രധാനമാണ് ഭാഷ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ കേരളീയർ എന്ന നിലയിൽ നമുക്ക് പ്രധാനം നമ്മുടെ മാതൃഭാഷയായ മലയാളം തന്നെയാണ്. എന്നാൽ മലയാള ഭാഷ പല ഭാഗത്തു നിന്ന് പലവിധമായ വെല്ലുവിളികൾ നേരിടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമുള്ള ഒരു പുസ്തകമാണ് MN കാരശ്ശേരി മാഷിന്റെ എന്തിനാ മലയാളം പഠിക്കുന്നത് എന്ന കൃതി. മലയാള പഠനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും എടുത്തു പറയുന്ന പഠനങ്ങളുടെ ഈ സമാഹാരം ഭാഷയിൽ കൗതുകം വളർത്തുന്ന നിരീക്ഷണങ്ങളാലും നിഗമനങ്ങളാലും സമ്പന്നമാണ്. എഴുത്തുകാർക്കും പത്രപ്രവർത്തകർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എന്ന പോലെ സാധാരണക്കാർക്കും വായിച്ചു രസിക്കാൻ പറ്റിയ മട്ടിൽ തെളി മലയാളത്തിലുള്ള ഈ പുസ്തകത്തെ അതിന്റെ പൂർണ്ണ സത്തയോടെ അവതരിപ്പിക്കുന്നതിനായി ജീവന സജീവനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ മിസ്റ്റർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം ജീവന. എല്ലാവർക്കും നമസ്കാരം. ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയാണ് ഭാഷ. മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സവിശേഷ സിദ്ധികളിൽ ഒന്ന്. ഭാഷ വൈവിധ്യം നിറഞ്ഞതാണ്. മാതൃഭാഷ, ഒന്നാം ഭാഷ, ദ്വിതീയ ഭാഷ, വ്യവഹാര ഭാഷ, ഔദ്യോഗിക ഭാഷ, മാനക ഭാഷ, ജീവത് ഭാഷ, മൃതഭാഷ എന്നിങ്ങനെ പല രീതിയിൽ നമുക്ക് ഭാഷയെ വർഗീകരിക്കാം. 2017 ഞാൻ മലയാളം ബിരുദ പഠനത്തിനായി തിരഞ്ഞെടുത്തപ്പോൾ ഒരുപക്ഷെ എന്നെ പോലെ മലയാളം തിരഞ്ഞെടുത്ത പലരും കേട്ടൊരു ചോദ്യമായിരിക്കും, എന്തിനാ മലയാളം പഠിക്കുന്നതെന്ന്. അതിന്റെ വാലായിട്ട് മറ്റു പല ചോദ്യങ്ങളും അന്നുണ്ടായിരുന്നു. വേറെ ഒന്നിനും അഡ്മിഷൻ കിട്ടിയില്ലേ, വേറെ കോഴ്സ് നോക്കാമായിരുന്നില്ലേ എന്നൊക്കെ. എന്നോട് അന്ന് അങ്ങനെയൊക്കെ ചോദിച്ചവർക്കുള്ള മറുപടിയായി MN കാരശ്ശേരി മലയാളം പഠിക്കുന്നത് എന്ന ലേഖന സമാഹാരം നിർദ്ദേശിക്കുകയാണ്. എന്തിനാ മലയാളം പഠിക്കുന്നത്? ഈ തലക്കെട്ടിനെ നമുക്ക് പല രീതിയിൽ വായിക്കാം. എന്തിനാ മലയാളം പഠിക്കുന്നത്, എന്തിനാ മലയാളം പഠിക്കുന്നത്, എന്തിനാ മലയാളം പഠിക്കുന്നത് എന്നിങ്ങനെ. ഇതിനെല്ലാം ഉള്ള ഉത്തരമാണ് കാരശ്ശേരി മാഷിന്റെ എന്തിനാ മലയാളം പഠിക്കുന്നത് എന്ന
സമാഹാരം. 10 ഖണ്ഡങ്ങളിലായി തിരിച്ചിട്ടുള്ള ഈ പുസ്തകത്തിൽ പല കാലങ്ങളിലായി പല ആനുകാലികങ്ങളിലും അദ്ദേഹം എഴുതിയിട്ടുള്ള 30ഓളം ലേഖനങ്ങളാണ് ഉൾച്ചേർത്തിട്ടുള്ളത്. 2022 മാർച്ചിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഈ ലേഖന സമാഹാരത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് ലീലാവതി ടീച്ചറാണ്. ലേഖനങ്ങളിൽ പലയിടത്തും കാരശ്ശേരി മാഷ് സ്വന്തം അനുഭവങ്ങളും മലയാളത്തിലെ സാഹിത്യകാരന്മാരെയും അവരുടെ കൃതികളെയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ ഭാഷാ അധ്യാപകരും ഭാഷാ വിദ്യാർത്ഥികളും ഭാഷാ അനുകൂലികരും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് എന്തിനാ മലയാളം പഠിക്കുന്നത്. നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. ഉപക്രമം എന്ന ആദ്യ ഖണ്ഡത്തിലാണ് പുസ്തകത്തിന്റെ തന്നെ തലക്കെട്ട് കൂടിയായ എന്തിനാ മലയാളം പഠിക്കുന്നത് എന്ന ലേഖനം ഉള്ളത്. നമ്മൾ മാതൃഭാഷ മലയാളമായിട്ടുള്ള ആളുകൾ എന്തിനാ സ്കൂളിലും കോളേജിലൊക്കെ മലയാളം പഠിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് മാഷ് ഈ ലേഖനം ആരംഭിക്കുന്നത്. മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. എന്നാൽ എന്താണ് മാതൃഭാഷ? ഇന്നും പലരും ഈ ചോദ്യത്തിന് ഉത്തരം പറയുക അത് അമ്മയുടെ ഭാഷയാണ് എന്നായിരിക്കും. കാരശ്ശേരി മാഷിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാല് മുലപ്പാലിന്റെ കൂടെ കിട്ടിയ ഭാഷ എന്നും കൂടി പറഞ്ഞാൽ ജോറായി. കുട്ടി എളുപ്പം സ്വായത്തമാക്കുന്ന ഭാഷയാണ് മാതൃഭാഷ. അമ്മയ്ക്ക് പകരം ആയയാണ് കുട്ടിയെ നോക്കുന്നതെങ്കിൽ മാതൃഭാഷ ആയയുടെ ഭാഷയാണ് എന്ന് നമുക്ക് നിർവചിക്കേണ്ടി വരും. ഭാഷയുടെ 2 പ്രകാശമാനങ്ങളാണ് വാമൊഴിയും വരമൊഴിയും അഥവാ ഭാഷണവും ലേഖനവും. സാമാന്യ വ്യവഹാരത്തിനും വിശേഷ വ്യവഹാരത്തിനും നമ്മൾ വ്യത്യസ്ത രീതികളാണ് പ്രയോഗിക്കുന്നത്. സാമാന്യ വ്യവഹാരത്തിൽ പ്രധാനമായിട്ടും വാമൊഴി അതായത് സംസാരവും, വിശേഷ വ്യവഹാരത്തില് വരമൊഴി എഴുത്തുമാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. വ്യാകരണത്തോടെ ആയിരിക്കും നമ്മൾ വരമൊഴി പറയുക, അല്ലെങ്കിൽ വരമൊഴിയിൽ നമ്മൾ ചെയ്യുന്നത് വ്യാകരണത്തോടെ ആയിരിക്കും. എന്നാൽ വരമൊഴിയിലേക്ക് വരുമ്പോൾ ചില വ്യാകരണ കാര്യങ്ങളിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വാമൊഴി ഭാഷ വിശേഷ വ്യവഹാരങ്ങൾ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ സ്വല്പം ആശയക്കുഴപ്പത്തിനും ഇടയുണ്ടാക്കാറുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം ഭാഷാഭേദമാണ്. കേരളത്തിന്റെ 14 ജില്ലകളിലും 14 ഭാഷകളാണ്, 14 മലയാളമാണെന്ന് പറയാം. മതം, ജാതി, വിദ്യാഭ്യാസം, അതിർത്തി പ്രദേശങ്ങള്, പ്രായം, ഇതിന്റെ എല്ലാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തില് ഈ 14 എന്നുള്ള സംഖ്യ കൂടുകയുള്ളൂ. ആശയ സംവേദനത്തിൽ യാതൊരു തടസ്സവും ഇല്ലാതെ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ഒരുപോലെ മനസ്സിലാകുന്ന വിധത്തില് ഭാഷയെ നിലവാരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ മാനക ഭാഷ അഥവാ സ്റ്റാൻഡർഡൈസ്ഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ പുസ്തകങ്ങളിലും മറ്റ് അച്ചടി മാധ്യമങ്ങളിലെല്ലാം വരുന്നത് ഈ മാനക ഭാഷയാണ്. മാതൃഭാഷയും വിദ്യാഭ്യാസവുമായി ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ പൂർണ്ണമായും മാതൃഭാഷയിലല്ല വിദ്യാഭ്യാസം നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. ഇവിടെ കേരളത്തില് ഇന്നും പാഠപുസ്തകങ്ങൾ മലയാളത്തിലാക്കുവാനും മറ്റുമായിട്ട് സമരങ്ങളും പല നിവേദനങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് പുസ്തകവും ബോധനവും കേന്ദ്രീകരിക്കുന്നത്. ഇംഗ്ലീഷ് എങ്ങനെയാണ് നമ്മുടെ ബോധന മാധ്യമമായത്? പവിത്ര മാഷിന്റെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന പുസ്തകത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയും ഔദ്യോഗിക ഭാഷ എന്തായിരിക്കണം എന്ന പ്രശ്നത്തിൽ ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കാൻ തീരുമാനിക്കുകയും അഹിന്ദി സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ കൂടി പരിഗണിച്ച് ഇംഗ്ലീഷ് 15 വർഷത്തേക്ക്, ഞാൻ ആവർത്തിക്കുകയാണ്, ഇംഗ്ലീഷ് 15 വർഷത്തേക്ക് ഔദ്യോഗിക ഭാഷയാക്കി. പിന്നീട് 1963 ഔദ്യോഗിക ഭാഷാ നിയമ ഭേദഗതി പ്രകാരം 1965 ശേഷവും ഇംഗ്ലീഷ് ഉപയോഗിക്കാം എന്നൊരു സ്ഥിതി വന്നു. ഇത് പവിത്ര മാഷ് പറയുന്ന കാര്യമാണ്. ഓർക്കണം, 1953 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നത്. അതായത് ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്നത് 1953 ഒക്ടോബർ 1 ഇതിന് ശേഷം 56 കേരളം ഉൾപ്പെടെ ആസാം, പശ്ചിമ ബംഗാള്, കർണാടകം, കാശ്മീർ, ഒഡീഷ, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളും 60 ഗുജറാത്തും മഹാരാഷ്ട്രയും 66 പഞ്ചാബും രൂപീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ 70കൾക്ക് മുമ്പ് തന്നെ ഈ സംസ്ഥാനങ്ങളെല്ലാം രൂപീകരിച്ചത് ഭാഷാടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. കേരളത്തിലെ ഭാഷാ പ്രശ്നം തമിഴ്നാട്ടിലെ പോലെ ഹിന്ദിക്കെതിരെ ആയിരുന്നില്ല. മറിച്ച് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും തുടർന്നു വന്ന ഇംഗ്ലീഷ് വാഴ്ചക്കെതിരെയായിരുന്നു. ഇന്നും ആ ഒരു സമരം തുടർന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. കാരശ്ശേരി മാഷിന്റെ പല ലേഖനങ്ങളിലും അദ്ദേഹം ഒരു വാൽക്കഷ്ണം ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ ഗുണപാഠ കഥകളിലൊക്കെ കാണുന്നത് പോലെ പല വാൽക്കഷ്ണങ്ങൾ ചേർക്കുന്നുണ്ട്. അതെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ എല്ലാം തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ
അതിനോടുള്ള അനുബന്ധം വായനയായിട്ട് അദ്ദേഹം ചേർക്കുന്നതാണ്. അത് പുറകെ പറയാം. അദ്ദേഹത്തിന് ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് പഠിപ്പും പരീക്ഷയും. ഒരു കാര്യം ചോദിക്കട്ടെ, മലയാള അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പലരും എത്രയുണ്ടെന്ന് ആ ചോദ്യത്തിന് കുഴങ്ങിയിട്ടുണ്ടാവും. കൃത്യമായിട്ട് എഴുതുവാനും വായിക്കാനും അറിയാത്തവരാണ് നമ്മളിൽ പലരും എന്ന് തന്നെ ഇന്നത്തെ കാലത്ത് പറയേണ്ടി വരും, അതും പ്രത്യേകിച്ച് മലയാളം. ഇന്ന് സ്കൂളിൽ കുട്ടികളെ കൊണ്ട് പുസ്തകം വായിപ്പിക്കാന്ന് വെച്ചാൽ പലപ്പോഴും സമയക്കുറവാണ് എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട അധ്യാപകർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ വായിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒരു മാസത്തെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് സ്കൂളിൽ ചെന്നപ്പോഴത്തെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. നിരന്തരം ഫോൺ സ്ക്രീനിൽ ഉണരുകയും ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ പാഠപുസ്തകം ഒരു കീറാമുട്ടിയാണ്. പുസ്തകത്തിലുള്ള കണ്ടന്റ് അവർക്ക് കൂടുതലാണെന്നാണ് പറയുക. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിനിടുന്ന കമന്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ഇമോജി പോലെയോ നമുക്ക് പാഠപുസ്തകത്തെ ചുരുക്കാനോ ഇമോജികളാക്കി മാറ്റാനോ ഒന്നും കഴിയില്ലല്ലോ. മറിച്ച് ഇനി കുട്ടികളോട് എന്തെങ്കിലും ഒന്ന് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മംഗ്ലീഷിലാണ് എഴുതുന്നത്. മലയാളം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് സംതൃപ്തിയോടെ എഴുതി തരും. അത് വാങ്ങിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യം ഇതാണ്. അപ്പൊ പിന്നെ ഇതിന് താഴെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, എങ്കിലും ഭൂരിഭാഗവും ഇത്തരക്കാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന്റെയൊക്കെ പ്രധാന കാരണമായിട്ട് ഞാൻ കരുതുന്നത് കുട്ടികൾ ഭാഷാ നൈപുണ്യങ്ങൾ കൃത്യമായി സ്വീകരിക്കാത്തതാണ്. നമ്മൾ ഭാഷയിൽ പറയുന്ന പ്രധാനപ്പെട്ട നൈപുണ്യങ്ങൾ, അതായത് ശ്രദ്ധ, ഭാഷണം, വായന, ലേഖനം, ഈ 4 ഭാഷാ നൈപുണ്യങ്ങളും സ്വീകരിക്കാത്തത് കൊണ്ടാണ് കുട്ടികളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരമാവധി ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രദ്ധയിൽ നിന്ന് ഭാഷണത്തിലേക്കും, ഭാഷണത്തിൽ നിന്ന് വായനയിലേക്കും, വായനയിൽ നിന്ന് എഴുത്തിലേക്കും വികസിച്ചാൽ മാത്രമേ സാഹിത്യ ആസ്വാദനവും സർഗാത്മക രചനയുമെല്ലാം കുട്ടികൾക്ക് സ്വീകരിക്കാനാവും. ഈ ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ അവിടെ തടസ്സപ്പെട്ടത് തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസവും. ഇത്തരത്തിലുള്ള കുട്ടികളെ ജയിപ്പിച്ചു വിടാനാണ് 9ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ എന്ന സംഗതി ഉള്ളത്. കാരശ്ശേരി മാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, പഠിച്ചവർ ജയിക്കണം, പഠിക്കാത്തവർ തോൽക്കണം. എല്ലാവരെയും ജയിപ്പിച്ചു വിട്ടാൽ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു തോൽവി ഉണ്ടായാൽ അതിനെ അഭിമുഖീകരിക്കുവാൻ പ്രയാസമുണ്ടാകും. അല്ലെങ്കിൽ തോറ്റു പോകുമോ എന്നോർത്ത് പരീക്ഷയെ വരെ പേടിക്കുന്ന കുട്ടികളും ഉണ്ട്. ഈ പഠിപ്പും പരീക്ഷ എന്ന ലേഖനത്തിൽ അദ്ദേഹം ഒരു വാൽക്കഷ്ണം നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ചോദ്യം: ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക, 2 മാർക്ക്. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? കുട്ടി ഉത്തരം എഴുതി, ആമ. അതിന് 1 മാർക്ക് കിട്ടി. ശരിയുത്തരമായ ആനയിലെ പകുതി ഭാഗമായ ആ ഉത്തരത്തിലുണ്ട്. ആ വകയിൽ പകുതി മാർക്ക്. ഇങ്ങനെ 1/2 മാർക്കെങ്കിലും കിട്ടാൻ വേണ്ടി എഴുതുന്ന കുട്ടികളുമുണ്ട്. എഴുതിയ ആൾക്ക് 1/2 മാർക്ക് കൊടുക്കുന്ന അധ്യാപകരും നമുക്ക് ചുറ്റുമുണ്ട്. ഒരു മാതൃഭാഷാ ദിനത്തിൽ എഴുതിയ ലേഖനമാണ് കേരളത്തിലെ മലയാളീകരണം എന്ന ലേഖനം. എന്താണ് മാതൃഭാഷ സമരം എന്നും എങ്ങനെയാണ് മാതൃഭാഷാ ദിനമായ ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതെന്നും ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന നമ്മുടെ ഒരു ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച ഒരു സമിതിയെ കുറിച്ചാണ്. കേരളത്തിൽ 2004-2006 കാലത്ത് 11ാം മന്ത്രിസഭ കൊണ്ടുവന്ന ഒരു റിപ്പോർട്ടുണ്ട്. അത് ഔദ്യോഗിക ഭാഷ മലയാളമാക്കുന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ്. ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള 13 അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഔദ്യോഗിക ഭാഷാ കമ്മിറ്റി ആയിരുന്നു അത്. അതിൽ പറയുന്ന ഒരു കാര്യം, ജനാധിപത്യം സാർത്ഥകമാകണമെങ്കിൽ ഭരണത്തിൽ ജനങ്ങൾക്കുള്ള പങ്ക് അർത്ഥവത്താകണം. ഭരണീയരുടെയും ഭരിക്കുന്നവരുടെയും ഭാഷ ഒന്നായി തീരുമ്പോഴേ ഇരുകൂട്ടരും തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണമാകുന്നുള്ളൂ. ഓഗസ്റ്റ് 15 കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായ ഒരു സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഔദ്യോഗിക ഭാഷാ നയം പ്രഖ്യാപിക്കുകയുണ്ടായി. അതില് ഭരണഭാഷ മലയാളമാണ് എന്ന് നിഷ്കർഷിക്കുന്ന ഉത്തരവുകൾ ആ സമിതിയിലൂടെ അല്ലെങ്കിൽ ആ നയത്തിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളം 1956 ഭാഷാടിസ്ഥാന രൂപം കൊണ്ടുവെങ്കിലും അതിനുശേഷവും ഈ ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള സമരങ്ങൾ നടന്നു, തൊട്ടടുത്ത വർഷങ്ങൾ നടന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇതിനുശേഷം 1970 ഉണ്ടായ ഒരു ഔദ്യോഗിക ഭാഷാ കമ്മിറ്റി വന്നതിന്റെ ഫലമായിട്ട് 1972 കേരളത്തിലെ മാനുവലുകളും കോഡുകളും എല്ലാം മലയാളത്തിലേക്ക് മാറ്റുകയുണ്ടായി. 73 സർക്കാരിന്റെ തന്നെ ലിഖിതങ്ങളും ചടങ്ങുകളുടെ ക്ഷണക്കത്തുകളും കിലോമീറ്റർ കുറ്റികള്
ദിക്സൂചികള്, സ്ഥലനാമ ഫലകങ്ങൾ തുടങ്ങിയവയെല്ലാം 73 മലയാളത്തിലേക്ക് മാറ്റുകയുണ്ടായി, സമ്പൂർണ്ണമായി മലയാളത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഇതുപോലെ തന്നെയാണ് 73 മറ്റൊരു കാര്യം, അത് കോടതി നടപടികളും, അതായത് കോടതിയിൽ ഉപയോഗിക്കുന്ന കോഡുകളും മാനുവലുകളും വിധിന്യായങ്ങളും മലയാളത്തിലാക്കുക എന്നുള്ളതാണ്. ഇത് മേൽപ്പറഞ്ഞൊരു കാര്യമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ കോടതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മാതൃഭാഷ ജനത്തിനും അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കണമെന്ന് പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഈ 73 ഈ ഭേദഗതിയെ കുറിച്ച് പറഞ്ഞത്. ഇംഗ്ലീഷുകാരുടെ ഭരണം വന്നതുകൊണ്ടാണ് ഇംഗ്ലീഷിന് മേൽക്കൈ വന്നത് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? എന്നാൽ മലബാറിൽ മാത്രമാണ് അന്ന് ഇംഗ്ലീഷുകാർ നേരിട്ട് ഭരിച്ചിട്ടുള്ളത്. അത് 1792 തൊട്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നുള്ളൂ. അതും മലബാറിൽ മാത്രം. കളക്ടർ ആയിരുന്ന വില്യം ലോഗനും ആക്ടിംഗ് കളക്ടർ ആയിരുന്ന ഡ്യൂമർഗും മലയാളം പഠിച്ചവരായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോഗന്റെ മലബാർ മാനുവലും ഡ്യൂമർഗ് നടത്തിയിട്ടുള്ള ഇന്ദുലേഖയുടെ പരിഭാഷയും. ഇതുകൂടാതെ അക്കാലത്ത് തഹസിൽദാർ എന്ന സ്ഥാനത്തിന് താഴെയുള്ളവർക്കുള്ള ഭരണം മുഴുവനായും മലയാളത്തിലായിരുന്നു. അക്കാലത്ത് കോടതികളിൽ വരെയും മലയാളത്തിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ഇന്ന് നമുക്ക് പല സിനിമകൾ, ഇപ്പൊ ക്യൂൻ, ജനഗണമന, അതുപോലെ തന്നെ ഇപ്പൊ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള നമ്മുടെ എന്നാത്താൻ കേസുകളിലെ മജിസ്ട്രേറ്റ് രാജീവിനോട് പറയുന്നത് പോലെയുള്ള പഞ്ച് ഡയലോഗുകളൊക്കെ നമുക്കിന്ന് സിനിമയിൽ മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ. അതൊന്നും നമ്മുടെ കോടതികളൊന്നും ഇന്നും മലയാളത്തിലല്ല, എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് ഔദ്യോഗിക ഭാഷയായി സ്വീകരിക്കുന്നത്. ഇന്ന് ഭരണഭാഷ മാതൃഭാഷയിലായതുകൊണ്ട് വന്ന ചില മാറ്റങ്ങൾ പറയാം. അതിലൊന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് സർക്കാർ ഓഫീസുകളിലും ഇറങ്ങിയിരുന്ന സർക്കുലറുകൾ ഇന്ന് സർക്കുലറുകളല്ല, മറിച്ച് പരിപത്രങ്ങളാണ്. ആദ്യമായി കാണുന്നവർ ഈ പരിപത്രം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കും, എന്താണ് ചിന്തിക്കും? ഇത് സർക്കുലർ എന്നുള്ളതിന്റെ മലയാള വാക്കാണ് പരിപത്രം. അടുത്തിടെ ഞാനൊരു സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു ആവശ്യമായിട്ട് പോയപ്പോൾ അവിടെ കണ്ട ഒരു കാര്യം, സബ് രജിസ്ട്രാർ ഓഫീസിലെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കുകൾ അത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് എന്ന ക്രമത്തിൽ അവിടെ ഒരു ചാർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത് അത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയാളത്തിന് വേണ്ടത് ഇംഗ്ലീഷ് പദങ്ങളുടെ തർജ്ജമയല്ല, തനതായ മലയാളം വാക്കുകൾ നിരന്തരമായി ഇംഗ്ലീഷ് വാക്കുകളും അവയുടെ പരിഭാഷയും ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ തനതായ മലയാളം വാക്കുകൾ വിസ്മൃതിയിൽ ആണ്ട് കിടക്കുകയാണ്. ഇത്തരത്തില് മലയാളീകരിച്ച ഒരു അപേക്ഷാ പത്രത്തിന്റെ അനുഭവം കാരശ്ശേരി മാഷ് വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: പേര് എന്ന് എഴുതിയിട്ട് മലയാളത്തിനകത്ത് പേര് എന്ന് എഴുതിയിട്ട് വലയത്തിനകത്ത് വലിയ അക്ഷരത്തിൽ എന്ന് ചേർത്തു. നെയിം കഴിഞ്ഞ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് കണ്ടത് പരിഭാഷപ്പെടുത്തിയതാണ്. ഇതുപോലെ മലയാളത്തിൽ ചെറുതും വലുതും ഇല്ല എന്ന് ചിന്തിക്കുകയൂടി ചെയ്യാതെ എന്തും പരിഭാഷപ്പെടുത്തുകയാണ്. അതായത് ആളുകൾ മലയാളത്തിലല്ല ചിന്തിക്കുന്നത്, അവർ ഇംഗ്ലീഷിലാണ് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പത്രഭാഷയിലെ ആംഗലാധിപത്യം എന്ന ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഇംഗ്ലീഷിൽ നിന്നും മറ്റുമായിട്ട് ധാരാളം പദങ്ങൾ നമ്മൾ തത്സമങ്ങളായി ഭാഷയിൽ സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ ആ വാക്ക് പരിചയമില്ലാത്തവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമെന്നും കാലക്രമത്തിൽ നേരത്തെ ഉപയോഗിച്ചു വന്ന പദങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് തീവണ്ടി എന്ന വാക്കാണ്. തീവണ്ടി എന്ന വാക്ക് നമ്മൾ പൊതുവെ ഇപ്പോൾ ഉപയോഗിക്കാറില്ല, പകരം ട്രെയിൻ എന്നാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും നമുക്കറിയാം ട്രെയിൻ എന്ന വാക്കിന് തീവണ്ടി എന്നൊരു വാക്ക് ഉണ്ട് തത്സമമായിട്ട്. ശരിക്കും തീവണ്ടി എന്ന വാക്കിന് തത്സമമായിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കാണ് ട്രെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, തത്സമമായിട്ട് സ്വീകരിച്ചതുമാണ്. എന്നാൽ സൈക്കിൾ എന്ന വാക്കിന് ചവിട്ടുവണ്ടി എന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം സൈക്കിൾ എന്ന വാക്കിന് ചവിട്ടുവണ്ടി എന്നൊരു പദം ഉണ്ടെന്ന്? പത്രങ്ങളിലും മറ്റും കൊടുത്തിട്ടുള്ള പല വാർത്തകളും ഇങ്ങനെ നമുക്ക് ഒന്നിലധികം തവണ വായിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. അതുപോലെ മാധ്യമങ്ങളിലെ ഭാഷ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന തരത്തിലായിരിക്കണം, അത് അത്ര കണ്ട് ലളിതവുമായിരിക്കണം എന്നാണ് കാരശ്ശേരി മാഷ് പറയുന്നത്. ഇനി എഴുത്തും പറച്ചിലും എന്ന അധ്യായത്തില് അധ്യാപകന്റെ ക്ലാസ് മുറിയിലെ ഭാഷയെ കുറിച്ചിട്ടാണ് മാഷ് പറയുന്നത്. നമ്മൾ ഭാഷയുടെ തത്വങ്ങൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോധനത്തിന്റെ തത്വങ്ങൾ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് വേണം ക്ലാസ്സുകൾ നയിക്കാനായിട്ട്, അല്ലെങ്കിൽ ബോധന പ്രക്രിയ അങ്ങനെ വേണം നടത്താനായിട്ട്. ഫ്രം നോൺ ടു അൺനോൺ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതുപോലെ അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഭാഷ അനൗപചാരികമായിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഭാഷയുടെ ഔദ്യോഗികമായിട്ടുള്ള യാതൊരു കെട്ടുപാടുകളും, അല്ലെങ്കിൽ മാനക ഭാഷയുടെ യാതൊരു കെട്ടുപാടുകളും ആവശ്യമില്ല.
അത് അനൗപചാരികമായിരിക്കുന്നതാണ്. അപ്പോഴാണ് കുട്ടികളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളുടെ ഒരു വികാസത്തിനും അതാണ് ഉചിതമെന്നാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്. ഈ ലേഖനത്തിൽ തമാശ എന്ന് പറഞ്ഞ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. നമ്മുടെ നാട്ടിൽ ചിലർ എഴുതും പോലെ പ്രസംഗിക്കും, ചിലർ പ്രസംഗിക്കും പോലെ എഴുതും. രണ്ടും രണ്ട് മാധ്യമമാണെന്ന് വകതിരിവില്ലാതെ എന്നതാണ് ആ ഭാഗം. എന്നാൽ ഇത് അത്ര തമാശയാണോ? പറയുകയും എഴുതുകയും ചെയ്യുന്നതിലെ ആശയം വ്യക്തമായില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യമുള്ളത്? അതുകൊണ്ട് തന്നെ ഭാഷ കുറുകിയിരിക്കണം, മുറുകിയിരിക്കണം എന്നാണ് മാഷ് തന്നെ വിശദീകരിക്കുന്നത്. ഇതുപോലെ പരിഭാഷയുമായി ബന്ധപ്പെട്ട് വരുന്ന വിശദമായ ഒരു അധ്യായമാണ് പരിഭാഷ എന്ന തന്നെ പേരായിട്ടുള്ള 10ാമത്തെ, അതായത് അവസാനത്തെ അധ്യായം. ബേപ്പൂർ സുൽത്താൻ എന്ന സാഹിത്യലോകം വാഴ്ത്തുന്ന ലേഖകന്റെ ഉറ്റ ചങ്ങാതി കൂടിയായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ, അതായത് ബാല്യകാല സഖി, ഉപ്പൂപ്പാക്ക് രാനിയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്, ഈ 3 കൃതികളുടെയും വിവർത്തനം സംബന്ധിച്ചിട്ടുള്ളതാണ് കുഞ്ഞു പാത്തുമ്മയുടെ ലോക സഞ്ചാരം എന്ന ലേഖനം. 1980-കളിലാണ് ഈ ലേഖനം എഴുതിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്തിടെ അന്തരിച്ച റൊണാൾഡ് ഇ ആഷറും കോയിൽപ്പറമ്പിൽ അച്ചമ്മ ചന്ദ്രശേഖരനും ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ 3 കൃതികളുടെയും തർജ്ജമ തയ്യാറാക്കിയിട്ടുള്ളത്. എഡിൻബർഗ് യൂണിവേഴ്സിറ്റി പ്രസിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലഫന്റ്, 3 സ്റ്റോറീസ് ഓഫ് മുസ്ലിം ലൈഫ് ഇൻ സൗത്ത് ഇന്ത്യ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ എന്നായിരുന്നു ആ കൃതിക്ക് നൽകിയിരുന്ന പേര്. മലയാളം പഠിച്ച ഒരു ഇംഗ്ലീഷുകാരൻ തർജ്ജമ ചെയ്ത് ആദ്യമായി വിദേശത്ത് പരിഭാഷപ്പെടുത്തുന്ന മലയാള കൃതി ഇതായിരിക്കണം എന്നാണ് കാരശ്ശേരി മാഷ് നിരീക്ഷിക്കുന്നത്. ചെറുകഥകളുടെ സുവർണകാലം ഇതാണ് എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബാല്യകാല സഖി ബഷീർ ആദ്യം എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നു. അതെ, ഇംഗ്ലീഷ് വരികളുടെ പരിഭാഷ എന്നാണോ അതിന്റെ ആശയസ്വീകരണം എന്നാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് മറ്റൊന്നായിരുന്നില്ല. അതിങ്ങനെയായിരുന്നു: ബാല്യകാലം മുതൽക്ക് തന്നെ സുഹറയും മജീദും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിലുണ്ടായ അസാധാരണമായ സംഗതി അവർ പരിചിതരാകുന്നതിന് മുൻപേ ബദ്ധശത്രുക്കളായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ തലക്കെട്ട്. ബാല്യകാല സഖിക്ക് ഇംഗ്ലീഷിൽ എന്ത് കൊടുക്കും എന്ന എന്ത് വാക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു നമ്മുടെ തർജ്ജമ ചെയ്ത ആഷറും അച്ചാമയും. ഒടുവില് അവര് ബാല്യകാല സഖിക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്നാണ് കൊടുത്തത്. ഇങ്ങനെ നോക്കിയാല് ജീവിതത്തിൽ നിന്നും എത്രമാത്രം ചീന്തിയെടുക്കാൻ പറ്റുമെന്നും അതിന്റെ വക്കില് രക്തം പൊടിഞ്ഞിട്ടുണ്ടോ എന്നും തീരുമാനിക്കേണ്ടത് ഓരോ വായനക്കാരനുമാണ്. ഇത് തന്നെയാണ് ഉപ്പൂപ്പാക്ക് രാന ഉണ്ടായിരുന്നതിന്റെ കാര്യം. മൈ ഗ്രാൻഡ് ഫാദർ ഹാഡ് ആൻ എലഫന്റ് എന്ന തർജ്ജമയിൽ എന്റെ അപ്പൂപ്പന് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇംഗ്ലീഷ് സമാഹാരത്തിന്റെ ഉപശീർഷകം ഇങ്ങനെയായിരുന്നു: ദക്ഷിണേന്ത്യയിലെ മുസ്ലിം ജീവിതം ചിത്രീകരിക്കുന്ന 3 കഥകൾ. എപ്പോഴും തക്കതായ നാടൻ പ്രയോഗങ്ങൾ നമുക്ക് തർജ്ജമയിൽ കിട്ടിയൊന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലഫന്റ് എന്ന തലക്കെട്ടിലേക്ക് എത്തുന്നത്. കൂടാതെ ബഷീറിന്റെ ബ്ലൗസ് എന്ന കുപ്പായത്തെ KUPPAYAM എന്ന കുപ്പായവും ആനമക്കാറെ എലഫന്റ് മക്കാർ ആക്കിയതും ആൻലയൺ എന്ന കുഴിയാനയെ എലഫന്റ് ആൻഡ് ആക്കിയതും ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പാത്തുമ്മയുടെ ആടിനെയും ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളെയും ആഷർ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ഈ ലേഖനത്തിലൂടെ വായിച്ചെടുക്കാം. പ്രസക്തമായ മറ്റൊരു കാര്യം, മലയാള കൃതികൾക്ക് ധാരാളമായി വരുന്ന പരിഭാഷകൾ പോലെ മറ്റ് ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്കും കൃതികൾ പരിഭാഷപ്പെടുത്തണം എന്ന ലേഖന്റെ ആഹ്വാനമാണ്. ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മളൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാത്ത ഒന്നിനെ കുറിച്ചാണ്. അത് മലയാള അക്കങ്ങളെ കുറിച്ചാണ്. മലയാള അക്കങ്ങളോ എന്ന് ചിലപ്പോൾ നമ്മൾ പലരും ആശ്ചര്യപ്പെടുന്നുണ്ടാവും. എന്നാൽ റോമൻ മാതൃകയിൽ മാത്രമല്ല മലയാളത്തിന് സ്വന്തമായിട്ട് അക്കങ്ങളുണ്ട്. പലപ്പോഴും അവ കലണ്ടറുകളിലും മറ്റുമായിട്ട് ഒതുങ്ങി പോവുകയാണ് ചെയ്യാറ്. എങ്കിലും ഇന്ന് മലയാളം കമ്പ്യൂട്ടിംഗ് മേഖലയിലൊക്കെ മലയാള അക്കങ്ങൾ തന്നെ ആയിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അടുത്തിടെ കേരള സർക്കാരിന്റെ തന്നെ ഒരു പരിപത്രത്തിൽ വന്ന ഒരു അക്ഷരപ്പിഴവാണ്. പിന്തുടരേണ്ടത് എന്നിടത്തും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പേര് എഴുതിയിരിക്കുന്നിടത്തും ഇൻ എന്ന ചില്ലക്ഷരത്തിന് പകരം അവിടെ നൽകിയിരുന്നത് 9 എന്ന മലയാള അക്കമാണ്. ഇതൊരു അധ്യാപിക ചൂണ്ടിക്കാണിച്ചതാണ്. അവർ തന്നെ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം എങ്ങനെയാണ്, അത് ഇക്കണക്കിന് നായർ എന്നതിലെ റിന് പകരം 4 എന്ന അക്കം വന്നാൽ അടി കിട്ടാൻ വേറെ വഴി വേണ്ട എന്നാണ്.
ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മലയാള അക്കങ്ങളെ കുറിച്ച് പഠിക്കണം. അക്കങ്ങളും അക്ഷരങ്ങളും വേർതിരിച്ചറിയാൻ തീർച്ചയായിട്ടും ഇവ നമുക്ക് പഠിച്ചേ മതിയാകൂ. ഇതെല്ലാം മലയാള അക്കങ്ങൾ കൂടി പഠിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ചോദ്യങ്ങളിലേക്ക് വരാം. എന്തിനാ മലയാളം പഠിക്കുന്നത്? എന്തിനാ മലയാളം പഠിക്കുന്നത്? എന്തിനാ മലയാളം പഠിക്കുന്നത്? മൂന്നിനും എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മലയാളം നമ്മുടെ മാതൃഭാഷയും ഭരണഭാഷയും ആയതുകൊണ്ട് തന്നെ അതിലെ പ്രയോഗങ്ങളും ശൈലികളും ഭേദങ്ങളും വ്യവഹാരങ്ങളും മലയാളികൾ എന്ന നിലയിൽ നമ്മൾ പഠിച്ചേ മതിയാവും. ഏത് വാക്ക് ഉപയോഗിക്കുമ്പോഴും അതിന്റെ പരിസരം കൂടി മനസ്സിലാക്കിയിരിക്കണം. മലയാളത്തിന്റെ ശാക്തീകരണത്തിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അന്യഭാഷകൾക്കെതിരായിട്ടല്ല നമ്മൾ അന്യഭാഷകൾക്കെതിരെ നമുക്ക് നിലപാടുകൾ എടുക്കേണ്ടി വരും പലപ്പോഴും. ഔദ്യോഗികമായി ഒരു കത്ത് എഴുതുമ്പോഴായാലും അതിലെ വിഷയം തൊട്ട് അവസാനിക്കുന്നിടം വരെ മലയാളത്തിലും നമ്മൾ വിലാസം എഴുതുന്ന മുകളിൽ നൽകുന്ന മേൽവിലാസങ്ങളിൽ ഫ്രം എന്നും ടു എന്നും ഇംഗ്ലീഷിൽ നൽകുന്നതായിട്ടും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിന് മലയാളം എന്നോണം നമ്മൾ സ്വീകരിക്കുന്ന പദങ്ങൾ പ്രേക്ഷിതനും സ്വീകർത്താവെന്നുമാണ്. ഒരിക്കല് ഒരു സർവകലാശാലയ്ക്ക് എഴുതിയ ഒരു കത്തില് ഒരു അധ്യാപിക പ്രേക്ഷിതനെയും സ്വീകർത്താവിനെയും ഒഴിവാക്കി യഥാക്രമം ആര് ആർക്ക് എന്ന് ചേർക്കുകയും ഇതിന്റെ പേരിൽ ഈ കത്ത് സർവകലാശാല അംഗീകരിക്കാതെ തിരിച്ചു വരികയാണെങ്കിൽ വരട്ടെ എന്നും പറയുകയുണ്ടായി ഒരിക്കൽ. അപ്പൊ ആ കത്ത് മടങ്ങി വന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ആവശ്യം സർവകലാശാല അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതില് അധികാരികൾ ആ കത്തിന്റെ രൂപം നോക്കിയോ എന്നത് അറിയില്ല. പക്ഷെ അവരുപയോഗിച്ച ആ വാക്കുകൾ പ്രേക്ഷിതനെന്നോ സ്വീകർത്താവെന്നോ ഉള്ള സംസ്കൃത പദങ്ങൾ കൂടി ഒഴിവാക്കി ആര് ആർക്ക് എന്നുള്ള കൃത്യം മലയാള പദങ്ങൾ തന്നെയാണ് ആ ടീച്ചർ അന്ന് ഉപയോഗിച്ചു പോകുന്നത്. ഇത്തരത്തിൽ നമുക്ക് പറയാം ഭാഷ നിരന്തരം പരിണമിക്കുകയാണ്. ഈ പരിണാമത്തില് നമ്മുടെ പദങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും അന്യഭാഷാ പദങ്ങൾ ഇവിടെ വേറെ അഴ്ത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ ചെറുക്കേണ്ടത്. മലയാളത്തില് കൃത്യമായി പ്രകാശിപ്പിക്കാവുന്ന ആശയങ്ങൾ അങ്ങനെ തന്നെ പ്രയോഗിക്കണം. ഇങ്ങനെ മാതൃഭാഷ നേരിടുന്ന വിവിധ വെല്ലുവിളികളും മലയാള പഠനത്തിന്റെ പ്രസക്തിയും അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി തരികയാണ് കാരശ്ശേരി മാഷ് എന്തിനാ മലയാളം പഠിക്കുന്നത് എന്ന ലേഖന സമാഹാരത്തിലൂടെ. നന്ദി. നന്ദി ജീവന. എന്തിനാ മലയാളം പഠിക്കുന്നത് എന്ന പുസ്തകത്തെ അതിന്റെ പൂർണ്ണ സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്ന ജീവനയ്ക്ക് ഏറെ സ്നേഹം. എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ എം.എൻ. കാരശ്ശേരി താരതമ്യ സാഹിത്യ ചിന്ത, സാഹിത്യ സിദ്ധാന്ത ചർച്ച, നവതാളം, ബിഷപ്പിന്റെ ആത്മീയത തുടങ്ങി 70-ൽ പരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 8 വർഷത്തോളം വിവിധ കോളേജുകളിൽ അധ്യാപകനായി പ്രവർത്തിച്ച കാരശ്ശേരി മാഷ് പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലെക്ചററായി തുടർന്ന് 2012-ൽ അവിടുത്തെ തന്നെ പ്രധാന അധ്യാപക തസ്തികയിൽ നിന്നും വിരമിച്ചു. അതിനുശേഷം അലിഗഡ് സർവകലാശാലയിലെ പേർഷ്യൻ സ്റ്റഡീസ് വിഭാഗത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായും പ്രവർത്തിച്ചു. സാഹിത്യത്തിന്റെ മേഖലകളിൽ ഒട്ടനവധി സംഭാവനകൾ നൽകിയ കാരശ്ശേരി മാഷ് മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ മലയാളികളെ ആനുകാലികങ്ങളിലൂടെയും പത്രമാസികകളിലൂടെയും എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയുടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒരു ശബ്ദശകലമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നു.
ക്ഷമിക്കണം, ഇപ്പൊ തന്നെ ശരിയാവുന്നതാണ്. സെൻഡ് ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമസ്കാരം. ഞാന് MN കാരശ്ശേരി, മൂത്തുകുന്നം SNM ട്രെയിനിങ് കോളേജിലെ മലയാളം അധ്യാപകൻ ഡോക്ടർ കൃഷ്ണകുമാർ താല്പര്യപ്പെട്ട അനുസരിച്ചാണ് ഞാനിപ്പോ ഈ ശബ്ദരൂപേണ നിങ്ങളെ സമീപിക്കുന്നത്. SNM ട്രെയിനിങ് കോളേജ് മൂത്തുകുന്നം എന്ന് കേട്ടാൽ പലർക്കും, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ അഴീക്കോട് മാഷാണ് ഓർമ്മ വരിക. അദ്ദേഹം ഏതാണ്ട് 10 കൊല്ലക്കാലം അവിടെ പ്രിൻസിപ്പലായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിന്റെ മേധാവിയായിട്ട് വന്നത്. അപ്പൊ ഞാന് അദ്ദേഹത്തിന്റെ അടുത്ത് MA വിദ്യാർത്ഥിയായിട്ട് ചെന്ന് ചേരുന്നത് 1972-ലാണ്. പിന്നെ അദ്ദേഹം MPhil എന്നെ പഠിപ്പിച്ചു, PhDക്ക് എന്റെ ഗൈഡുമാണ്. അതുകൊണ്ട് മൂത്തുകുന്നം ട്രെയിനിങ് കോളേജ് എന്ന് പറഞ്ഞാല് എനിക്ക് ആദ്യം അഴീക്കോട് മാഷാണ് ഓർമ്മ വരിക. ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സ്മരണയെ അഭിവാദ്യം ചെയ്യുന്നു. കൃഷ്ണകുമാർ എന്നെ അറിയിച്ചത് അവിടെ പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയുണ്ട്. അതില് ഇത്തവണ, അതായത് 27-ാം തീയതി എന്റെ പുസ്തകം എന്തിനാ മലയാളം പഠിക്കുന്നത് എന്നുള്ള പുസ്തകമാണ് ചർച്ച ചെയ്യുന്നത്. അത് അവതരിപ്പിക്കുന്നത് ജീവന സജീവ് എന്നു പേരായ ഒരു വിദ്യാർത്ഥിനിയാണ്. അവർ B.Ed വിദ്യാർത്ഥിനിയാണ് എന്ന് പറഞ്ഞു. അപ്പോ കൃഷ്ണകുമാർ എന്നോട് അത് ഓൺലൈൻ പരിപാടിയാണ്, അതുകൊണ്ട് ഗൂഗിളില് ഞാൻ അതില് ചേരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോ എനിക്കെന്താ വെച്ചാൽ ഇത്തരം സാങ്കേതിക കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. തൽക്കാലം അത് ആ സമയത്ത് എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ കൃഷ്ണകുമാരോട് പറഞ്ഞു. അദ്ദേഹത്തിന് അത് വേണ്ട പ്രശ്നമായിട്ടില്ല. പക്ഷെ എനിക്ക് നിവൃത്തിയില്ല. അപ്പൊ ഞാനിപ്പോ ഒരു ഓഡിയോ അയക്കുകയാണ് അതില് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാല് എനിക്ക് വളരെ സന്തോഷമായി. അതിപ്പോ എന്റെ പുസ്തകമാണെന്നുള്ളൊരു സന്തോഷമുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട സന്തോഷം മലയാളം പഠിക്കുന്നത് എന്തിനാണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ്, പഠിക്കാഞ്ഞാൽ എന്താണ് അതുകൊണ്ട് നമുക്ക് ഭരണത്തിലും കോടതി നടപടികളിലും നിത്യജീവിതത്തിലൊക്കെ വരുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്ന് അവിടെ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ എന്തിനാ മലയാളം പഠിക്കുന്നതെന്നുള്ളത്. അപ്പോ അത് നമ്മുടെ ഭാഷയോട്, നമ്മുടെ സംസ്കാരത്തോട്, നമ്മുടെ സമൂഹത്തോട് നമുക്കുള്ള ഉത്തരവാദിത്തമാണ്.
അത് മലയാളം അധ്യാപകർക്കും മലയാളം വിദ്യാർത്ഥികൾക്കും മാത്രമല്ല, മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോ നമ്മുടെ അമ്മയെ നമുക്ക് വിലയില്ലെങ്കിൽ അയൽക്കാരൻ വില വയ്ക്കുവോ? ഇല്ലല്ലോ. അപ്പോ മലയാളം ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭാഷയാണ് എന്ന് നമുക്ക് വാദമില്ല, അങ്ങനെ വാദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഭാഷയെ പറ്റിയും പറയാൻ പറ്റൂല. പിന്നെ എന്താണെന്ന്, നമ്മുടെ ഈ ഭാഷയുടെ സാധ്യതകൾ, അതിന്റെ പരിമിതികൾ, അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളത് ഉപയോഗപ്പെടുത്തണം. ഇപ്പോ നമുക്ക് മലയാളം പറയാവുന്നിടത്ത് മലയാളം പറയണം. മലയാളം പറയാൻ ബുദ്ധിമുട്ടുന്നിടത്ത് നമുക്ക് അത് പറയാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കാർ എന്നുള്ളതിന് ഇപ്പൊ മലയാളം വാക്കില്ല. അത് കാർ എന്ന് പറഞ്ഞാൽ ഒരു തരക്കേടില്ല. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു തരക്കേടില്ല. നേരെ മറിച്ച് നമ്മള് കൈതച്ചക്ക എന്ന് പറയേണ്ടടുത്ത് പൈനാപ്പിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോ ചോദ്യക്കടലാസ് പുറത്തായി എന്നുള്ളതിന് പകരം ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ആ തരത്തില് ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം. അപ്പോ നമ്മുടെ കത്തുകൾ എഴുതുമ്പോ, കത്തുകൾ വിവാഹ ക്ഷണക്കത്ത് അച്ചടിക്കുമ്പോ ഒക്കെ അങ്ങനെ അത്തരം ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾ ചർച്ച ചെയ്യുന്ന പരിപാടി വളരെ നന്നാവട്ടെ. ജീവന സജീവനോട് ഞാൻ വ്യക്തിപരമായി നന്ദി പറയുന്നു. ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത കൃഷ്ണകുമാറിനോടും ഞാൻ നന്ദി പറയുന്നു. അവിടുത്തെ BEd കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുകയും അവർക്ക് നല്ല ഭാവി ഉണ്ടാവുകയും ചെയ്യട്ടെ. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിനോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണിത്. അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവന വളരെ നന്നായി അവതരിപ്പിച്ചു കേട്ടോ. ഇന്ന് പരീക്ഷ തിരക്കുകൾ കഴിഞ്ഞ് ഓടി വന്ന് ഇതിൻ്റെ മുന്നിലിരുന്നു. വളരെ ഹൃദ്യമായിരുന്നു. ഇപ്പോൾ ഇന്ന് പരീക്ഷയുടെ തിരക്കായതുകൊണ്ടായിരിക്കാം കൂടുതൽ ആൾക്കാർ കയറാതിരുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഇയർ കുട്ടികളൊക്കെ ഉണ്ടോ? ആരെങ്കിലും പുതിയ ആൾക്കാർ കയറിയതായിട്ട് കാണുന്നുണ്ടോ? ഗീതു? ഇല്ല മിസ്സേ, പുതിയ പിള്ളേരൊന്നും എനിക്കറിയില്ല. കൃഷ്ണപ്രിയ ആദ്യമായിട്ടാണോ അതിൽ കയറുന്നത്? ഇന്നത്തെ വായനാഴ്ചയെ കുറിച്ചിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഹലോ മിസ്സേ. ഒന്നും മിണ്ടുന്നില്ല. പരീക്ഷയുടെ ആലസ്യത്തിലാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ജീവന ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഹലോ, പറയൂ. അഞ്ജനയാണ്. പറ. എനിക്ക് 2 ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ സ്കൂളുകളിൽ എത്തരത്തിൽ മാതൃഭാഷയെ പരിചയപ്പെടുത്താൻ പറ്റുക? പിന്നെ എന്നുള്ളത്, വിഷയാധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മാതൃഭാഷയുടെ പ്രാധാന്യത്തെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ജീവന മറുപടി പറ. അഞ്ജന ചോദിച്ച ഒരു ചോദ്യം, ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ സ്കൂളുകളിൽ നമുക്ക് എങ്ങനെയാണ് മാതൃഭാഷയെ പരിചയപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ്.
അതില് ആദ്യത്തെ കാര്യം തന്നെ പറയേണ്ടത് ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ മാതൃഭാഷയെ രണ്ടാം ഭാഷ എന്നുള്ള തലത്തിലാണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ തന്നെ മാതൃഭാഷയുടെ ഒരു പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തുന്നത് ഈ മാതൃഭാഷാ ദിനങ്ങളിലും അല്ലെങ്കിൽ കേരള പിറവിയിലും അങ്ങനെയൊക്കെയുള്ള ചില ആചരണങ്ങളിലും മാത്രമാണ് മാതൃഭാഷയുടെ പ്രാധാന്യം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മത്സരങ്ങളും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ മാതൃഭാഷ അല്ലെങ്കിൽ നമ്മുടെ മലയാളം എങ്ങനെയാണ് സ്കൂളുകളിൽ പരിചയപ്പെടുത്താൻ പറ്റുക, അത് അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റും എന്നാണ് അഞ്ജന ചോദിച്ചത്. ഇപ്പൊ അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ സ്കൂളിൽ 2 തവണയാണ് ട്രെയിനിങ്ങിന് പോകുന്നത്. ഒന്ന് 1 മാസത്തെ ഇൻഡക്ഷൻ പീരീഡും മറ്റൊന്ന് 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഇന്റേൺഷിപ്പും. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനൊരു പരമാവധി ഒരു പരിധിയുണ്ട്. എന്നാലും അതിന്റെ പരമാവധി നമ്മൾ ചെയ്യാറുണ്ട്. പലതരം ആക്ടിവിറ്റികൾ കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭാഷയിലെ തന്നെ പല വ്യവഹാരങ്ങൾ ക്ലാസ്സിൽ ICT ഉപയോഗിച്ച് കാണിക്കുന്നതിലൂടെ, സിനിമ ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ കഥാകാരന്മാരെയും കവിതകൾ എഴുതിയിട്ടുള്ളവരെയും സമകാലികരായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ നേരിട്ട് ഇന്റർവ്യൂ വഴി ഒക്കെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തില് സാഹിത്യത്തെ മലയാള സാഹിത്യത്തെ നമുക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മൾ സ്കൂളുകളിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി കുട്ടികൾക്ക് മലയാള പാഠപുസ്തകങ്ങൾ പോലും വായിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ പോലും വായിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ഇന്റേൺഷിപ്പിനാണെങ്കിൽ നമ്മൾ തേൻവരിക്ക എന്നൊരു പാഠം പഠിപ്പിക്കുമ്പോൾ അതിൽ നാരായണുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാരായണന്റെ പുസ്തകങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുപോയി നമ്മളിതെല്ലാം കുട്ടികൾ ഇതൊക്കെ അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഈ പുസ്തകങ്ങളെല്ലാം കൊണ്ടുപോയി കാണിക്കുന്നത്. പക്ഷെ അവർക്ക് അതിനൊന്നും ഒരു ശ്രദ്ധയില്ല, അല്ലെങ്കിൽ അതിൽ വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് അതൊക്കെ ഒന്ന് പുസ്തകം വാങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒന്ന് തിരിച്ചു മറിച്ച് നോക്കുന്നത്. മറ്റു കുട്ടികൾക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും താല്പര്യം ഇല്ലാത്ത മട്ടാണ്. അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് ഇവരുടെ പാഠപുസ്തകങ്ങളെ പോലും പരിചയമില്ല, അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ പോലും പരിചയപ്പെടേണ്ടതില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് കുട്ടികളും ഉള്ളത്. ഇങ്ങനെ മാതൃഭാഷ നമുക്ക് എനിക്കറിയില്ല പരിചയപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് അറിയില്ല. അഞ്ജന ചോദിച്ച ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയേണ്ടതെന്നും എനിക്ക് എന്റെ പരിധി വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞത്. ഇത് മാതൃഭാഷയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് സംശയം. പിന്നെ ഒന്ന് നമുക്ക് ചെയ്യാവുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഭാഷാ നൈപുണ്യങ്ങളിൽ കുട്ടികളെ സ്പഷ്ടീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു പിരമിഡ് പറയുമല്ലോ, LSRW, ലിസണിങ്. അത് കുട്ടിയെ ആദ്യം നമ്മൾ ഗ്രഹിക്കാനായിട്ട് അവന്റെ ഓരോ കഴിവുകളെയും നമ്മൾ ഗ്രഹിക്കാനായിട്ട് കുട്ടിയെ പഠിപ്പിക്കുക. അതിനുശേഷം ഭാഷണത്തിലേക്കും പിന്നെ വായനയിലേക്കും ശേഷം എഴുത്തിലേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭാഷയിൽ അല്ലെങ്കിൽ മാതൃഭാഷയിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് അഞ്ജന ചോദിച്ചത്. അത് സാറിന്റെ കാരശ്ശേരി മാഷിന്റെ ഈ പുസ്തകത്തില് ഭാഷാ മരണം എന്നൊരു ലേഖനമുണ്ട്. ഭാഷാ മരണം. ഭാഷാമരണത്തിൽ ഏറ്റവും അവസാന ഭാഗത്ത് ഈ പറഞ്ഞൊരു വിഷയമാണ് കാരശ്ശേരി മാഷ അതിൽ ചർച്ച ചെയ്യുന്നത്. അതായത് മലയാളം ഇന്ന് ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും സാരമായിട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നം വിദ്യാഭ്യാസ ലോകത്ത് മലയാളത്തിനുള്ള അവഗണന തന്നെയാണ്. ഇപ്പോഴും മലയാളം അല്ല ഒന്നാം ഭാഷ മലയാളിക്ക് എന്നൊരു വാസ്തവം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മളും എത്ര പേര് മലയാളത്തിനെ ഉൾക്കൊള്ളുന്നുണ്ട്, മലയാളത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ വായിക്കുന്നുണ്ട്. ജീവന പറഞ്ഞ പോലെ LSRW എന്ന് പറയുന്ന ആ 4 തലങ്ങളിലേക്കും നമ്മൾ എത്രമാത്രം പോകുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരശ്ശേരി മാഷ് ഈ പുസ്തകത്തിൽ ഏകദേശം 30ഓളം ലേഖനങ്ങളാണ് സമാഹരിച്ചിട്ടുള്ളത്. ഇത് ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. യഥാർത്ഥത്തിൽ എന്തിനാ മലയാളം പഠിക്കുന്നത് എന്നതിനേക്കാൾ എന്തിനാ മലയാളി ആകുന്നത് എന്നാണ് എനിക്ക് ഈ പുസ്തകത്തിനൊരു വേറെ ശീർഷകമായിട്ട് തോന്നിയത്. കാരണം ഭാഷ മാത്രമല്ല ഇതിൽ പറയുന്നത്, അല്ലെങ്കിൽ ഭാഷാ പഠനത്തെ കുറിച്ച് മാത്രമല്ല, അല്ലെ ജീവൻ? അങ്ങനെയല്ലേ പുസ്തകം പോയിട്ടുള്ളത്?
ആ മ- ഒരു മലയാളിത്വം നമ്മൾ പലതും മറക്കുന്നു, അല്ലെങ്കിൽ മലയാളിത്വത്തിനേക്കാൾ അപ്പുറം പരദേശ ഒരു ആക്രാന്തം നമ്മളിലുണ്ടെന്നുള്ളതാണ് ഈ പുസ്തകം വല്ലാതെ വിളിച്ചോതുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ മലയാളിത്വത്തിലേക്ക് തന്നെ ചുരുങ്ങണം, അല്ലെങ്കിൽ മലയാളിത്വത്തിലേക്ക് തന്നെ ആകണം എന്നൊരു വാശി എന്നുള്ളൊരു ചോദ്യവും ഒരു പ്രതിചോദ്യമായിട്ട് വരുന്നതാണ്. പക്ഷെ അവിടെ കാരശ്ശേരി മാഷ് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ആ കാര്യം തന്നെയാണ് മാഷ് നമുക്ക് അയച്ചെന്ന വോയിസ് മെസ്സേജിൽ പറഞ്ഞ, നമ്മളല്ലാതെ പിന്നെ നമ്മളുടെ അമ്മയെ ആരാണ്, അപ്പുറത്തെ വീട്ടിലെ ആളാണോ നോക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ഇത് ഇപ്പോഴും എന്താ പറയുക, ഒരു ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ശരിക്ക് നമ്മുടെ മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം. ഭാഷയ്ക്ക് വേണ്ടിയുള്ള മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന പേരിൽ പുസ്തകം തന്നെയുണ്ട്. മലയാള ഐക്യവേദി എന്ന പേരിൽ വലിയ രീതിയിൽ അതിനു വേണ്ടിയുള്ള നീക്കങ്ങളും ഒക്കെ നടത്തുന്ന ഒരു എന്താ പറയാ, ഇപ്പോഴുമുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ മലയാളത്തിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാണ് പവിത്രൻ മാഷൊക്കെ, മാർക്കോസ് മാഷൊക്കെ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് വളരെ പ്രസക്തിയുള്ള ഒരു പുസ്തകമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ജീവന ഈ പരീക്ഷാ തിരക്കുകൾക്കിടയിലും ഇത്രയും മനോഹരമായി അത് അവതരിപ്പിച്ചു. വായനാഴ്ച വ്യാഴാഴ്ചയിൽ വരുന്ന എല്ലാ പുസ്തകങ്ങളും അധ്യാപകർ എന്നുള്ള രീതിയിൽ വളരെ പ്രസക്തിയുള്ള പുസ്തകങ്ങൾ മാത്രമാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരശ്ശേരി മാഷ് ഞാൻ കുറെ നിർബന്ധിച്ചു നോക്കി, ആ നിർബന്ധിച്ചതിനാണ് എനിക്ക് ചീത്ത കേട്ടത്. അതിൽ മാഷിന് വരാൻ പറ്റില്ല, അല്ലെ ഓൺലൈനിൽ ആയ കാരണം ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളോടൊരു ക്യാമറയായിട്ട് ചെന്ന് ഷൂട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് ഗൂഗിൾ മീറ്റുള്ള ഒരു മൊബൈലായിട്ട് അങ്ങോട്ട് ചെല്ലാനാണ് മാഷ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമുക്ക് അവിടെ എത്താൻ പറ്റില്ലല്ലോ. എം.എൻ. കാരശ്ശേരി മാഷ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരുനാഥനാണ്. എന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ എം.എഡിന് പഠിക്കുന്ന സമയത്ത് ഈ റേഡിയോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നൊരു വിഷയം പഠിപ്പിച്ചു തന്നത് മാഷാണ്. റേഡിയോ മാധ്യമത്തിലേക്ക് എങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റുകൾ എഴുതാമെന്ന് പഠിപ്പിച്ച മാഷിന്റെ ക്ലാസ്സുകളെ ഞാൻ ഓർത്തുപോയി. ഈ ലേഖനങ്ങളെല്ലാം തന്നെ എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ്. മാഷ് ഇപ്പോഴും സജീവമായിട്ട് മലയാള കേരള സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന ഒരാളാണ്. വ്യക്തമായ നിലപാടുകളും തനിമയുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആ ഒരു വടക്കൻ ഭാഷ, ആ തനതായിട്ടുള്ള കാര്യത്തെ നിലനിർത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് കാരശ്ശേരി മാഷ് പറയുന്നത്. ഇപ്പൊ നേരത്തെ അഞ്ജന ചോദിച്ച ചോദ്യത്തിൽ ഒരു മറുപടി, മാതൃഭാഷയിലൂടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മുഖ്യമായിട്ടുള്ള ശാസ്ത്ര സങ്കല്പങ്ങളും സാഹിത്യ സങ്കല്പങ്ങളും എല്ലാം തന്നെ, പ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം നടന്നിട്ടുള്ളത് മാതൃഭാഷയിൽ ചിന്തിച്ച ആളുകൾക്കാണ്. വലിയ വലിയ കൃതികൾ വരെ പിന്നീട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. ഇംഗ്ലീഷ് ഒരു കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അന്തർദേശ തലത്തിൽ എല്ലായിടത്തും വന്നു എന്നുള്ളത് മാത്രമാണ് അതിലുള്ള ഒരു കൗതുകം. മലയാളം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് മലയാളം പറയുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കാർ എന്ന വാക്കിന് വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ ശാഠ്യം പിടിക്കരുത്, കാർ എന്ന് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഈയിടെ ആയിട്ട് ഞാൻ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം, നമ്മുടെ മലയാളം ഓപ്ഷണൽ ഐച്ഛിക വിഷയം എടുത്ത് പഠിക്കുന്ന എം.എഡ് വിദ്യാർത്ഥികൾക്ക് അവരുടെ മെത്തഡോളജി പേപ്പർ, അതിന്റെ രീതിശാസ്ത്ര പേപ്പർ പരീക്ഷ എഴുതുമ്പോൾ ഉത്തരങ്ങള് മലയാളത്തിൽ എഴുതാൻ പാടില്ല എന്ന് ഒരു നിഷ്കർഷ വന്നിരിക്കുന്ന ഒരു കൗതുക സമയമാണ്. മലയാളം രീതിശാസ്ത്രം അല്ലെങ്കിൽ മലയാളം മെത്തഡോളജി പരീക്ഷ എഴുതുമ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതണം എന്ന് പറയുന്ന ഒരു വങ്കത്വത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അതിനെതിരെയുള്ള ചില പ്രതിരോധങ്ങളിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകര്. പിന്നെ അതുപോലെ ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, നമ്മളുടെ തന്നെ കുറെ അക്കാഡമിക് സമൂഹത്തില് ഇപ്പൊ വാട്സപ്പ് ലോകമാണല്ലോ, വാട്സപ്പ് ലോകത്ത് തന്നെ മലയാളികളായിട്ടുള്ള വളരെ കേരളീയമായിട്ടുള്ള മനുഷ്യര് പോലും ആശയങ്ങൾ വിനിമയം ചെയ്യുന്നത് ഇംഗ്ലീഷിൽ മാത്രമാണ്. അതില് ഞാനുള്ള ഗ്രൂപ്പുകളിൽ ഞാൻ മാത്രമാണ് മലയാളത്തിൽ എഴുതുന്നത് കാണുന്നത്. അതിൽ മലയാളത്തിന്റെ അധ്യാപകരായിട്ടുള്ളവർ പോലും ഇംഗ്ലീഷിലാണ് വിനിമയം ചെയ്യുന്നത്. അപ്പൊ ഇതൊരു
വളരെ രൂഢമായിട്ടുള്ള വളരെ ആഴത്തിൽ പോയിട്ടുള്ള ഒരു ശീലമാണ്. മാറ്റിയെടുക്കാൻ നമ്മളെപ്പോലെയുള്ള വളരെ കുറച്ചു പേരെ ഇതിൽ പങ്കെടുക്കുന്ന തന്നെയുള്ളൂ. ഉള്ളവർ അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളുടെ അമ്മയെ ആര് സംരക്ഷിക്കും എന്ന ഒരു ചോദ്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയും, ജീവനയ്ക്ക് മാഷ് പറഞ്ഞ വാക്കുകൾ വലിയൊരു അനുഗ്രഹമാണ്. ജീവനയ്ക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും ഈ പുസ്തകം വായിക്കണം. എന്തിനാ മലയാളം പഠിക്കുന്നത്? ഒരുപാട് സന്തോഷം, സ്നേഹമുണ്ട് മാഷെ. ആർക്കും ഇനി അഭിപ്രായങ്ങളൊന്നും പങ്കുവെക്കാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വ്യാഴാഴ്ച പരിപാടിക്ക് നന്ദി അറിയിക്കുന്നതിനായിട്ട് കീർത്തന വിജയെ ക്ഷണിക്കുന്നു. ഒരു പുസ്തകത്തിന്റെ 2 പുറംചട്ടകൾ ഒരു മുറിയുടെ 4 ചുവരുകളും മേൽക്കൂരയുമാകുന്നു. നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. ഞാൻ വായിച്ചിട്ടില്ലാത്തൊരു പുസ്തകം എനിക്ക് തരുന്ന വ്യക്തിയാണ് ഏറ്റവും നല്ല സുഹൃത്തെന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് മുന്നിൽ ഓരോ പുസ്തകം സമ്മാനിക്കുന്ന നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയുടെ ഇന്നത്തെ അധ്യായത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിന് ആദ്യമായി നന്ദി അറിയിക്കുന്നു. വായനയുടെ മാസ്മരികതയെ അടുത്തറിയിക്കുന്നതിനായി തുടർന്നു പോകുന്ന ഈ പ്രതിവാര പുസ്തക ചർച്ചയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ടീച്ചർ കോർഡിനേറ്റേഴ്സ് കൃഷ്ണകുമാർ മാഷിനും ഹീര മിസ്സിനും കോളേജ് ലൈബ്രറിയൻ വിനോദ് മാഷിനും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മലയാളികളെ ഇംഗ്ലീഷിൽ ഭരിക്കുന്ന ഒരു ദുരവസ്ഥ കേരളത്തിലുണ്ടെന്ന് കാരശ്ശേരി മാഷ് പറയുന്നു. നമ്മുടെ കലാലയങ്ങളിലെ ബോധന മാധ്യമം മലയാളമല്ല, മറിച്ച് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പഠിക്കുന്നതും ഇംഗ്ലീഷിലൂടെ പഠിക്കുക എന്നതും തമ്മിലുള്ള അന്തരത്തെ അതീവ സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം എന്തിനാ മലയാളം പഠിക്കുന്നത് എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയെ മലയാള ഭാഷയുടെ മാധുര്യത്തിലേക്കും പ്രാധാന്യത്തിലേക്കും വലിച്ചടിപ്പിച്ചുകൊണ്ട് ഭാഷയുടെ പാരമ്പര്യത്തെയും ഭാവിയെയും കുറിച്ച് ഗാഢമായി വിശകലനം ചെയ്ത MN കാരശ്ശേരി മാഷിന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നന്ദി അറിയിക്കുന്നു. എന്തിനാ മലയാളം പഠിക്കുന്നത് എന്ന കാരശ്ശേരി മാഷിന്റെ പുസ്തകത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ചുകൊണ്ട് അതിന്റെ അർത്ഥാന്തരങ്ങളിലേക്ക് നമ്മളെ നയിച്ച നമ്മുടെ പ്രിയ കൂട്ടുകാരി ജീവനയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച 1ാം വർഷ മലയാളം വിദ്യാർത്ഥി ശ്യാമ, ആങ്കറിംഗ് നിർവഹിച്ച 1ാം വർഷ മലയാളം വിദ്യാർത്ഥി ഗീതു എന്നിവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ചയിൽ പങ്കെടുത്ത എല്ലാ അധ്യാപക അനധ്യാപകർക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഇന്നിവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പുതിയൊരു വായനയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.